എല്ലാവർക്കും നമസ്കാരം. വോക്ക് വിത്ത് ഡോക്ടേഴ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പ്രഗ്നൻസി റിലേറ്റഡ് തന്നെയായിട്ട് ഏറ്റവും കൂടുതൽ സംശയങ്ങളല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ടൈറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഹൈപ്പറമെസിസ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഛർദിൽ പ്രഗ്നൻസിയുടെ തുടക്കം അല്ലെങ്കിൽ പ്രഗ്നൻസി മൊത്തം തന്നെ കാണുന്ന ഛർദിലിനെ കുറിച്ച്, വൊമിറ്റിങ്ങിനെ കുറിച്ചാണ് ഈ ടോപ്പിക്ക്. നമുക്ക് എന്ത് ചെയ്യാം, എന്തുകൊണ്ട് വരുന്നു, നമുക്ക് എന്ത് ചെയ്യാം, എന്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, എപ്പോൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്തോട്ട് വരികയാണ്, ഡോക്ടറെ കാർഡ് പോസിറ്റീവായിട്ടിപ്പം 2 ആഴ്ചയായി, എനിക്ക് നിൽക്കാൻ വയ്യ, രാവിലെ തുടങ്ങുന്നതാണ്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു തവണ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇന്ന് തന്നെ 7-8 തവണ ഞാൻ ഛർദ്ദിച്ചു, എന്ത് ചെയ്യണം, എനിക്ക് ഒട്ടും വയ്യ. പക്ഷേ ഇതിങ്ങനെ കേൾക്കുമ്പം തന്നെ ആക്ച്വലി ആ ഗൈനക്കോളജിസ്റ്റ് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. അതിനൊരു കാരണമുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻ്റ് ആകുമ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, β-HCG എന്ന് പറഞ്ഞൊരു ഹോർമോൺ കൂടും, അതിൻ്റെ ഒപ്പം തന്നെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ കൂടും. ഈ ഹോർമോൺ കൂടുന്നത് മൂലമാണ് നമുക്ക് വൊമിറ്റിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ β-HCG എന്ന് പറഞ്ഞൊരു ഹോർമോണാണ് നമ്മുടെ പ്രഗ്നൻസിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഹോർമോണാണ് അവിടെ കൂടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ സംബന്ധിച്ചോളം ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഹോർമോണാണ് കൂടുന്നത്. ആ പ്രഗ്നൻസി ഒരു ഹെൽത്തിയാണ് എന്നാണ്, അതൊരു ആരോഗ്യകരമായ പ്രഗ്നൻസി എന്നാണ് ഗൈനക്കോളജിസ്റ്റിൻ്റെ മനസ്സിലപ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ അല്ലാതെ തന്നെ വൊമിറ്റിംഗ് കൂടി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇരട്ട കുട്ടികളാണെങ്കിൽ വൊമിറ്റിംഗ് കൂടി വരും, പിന്നെ ഈ മുന്തിരിക്കൊല ഗർഭമാണെങ്കിൽ വൊമിറ്റിംഗ് കൂടി വരും. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ നമുക്കൊരു സാധാ വൊമിറ്റിങ്ങിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ വോമിറ്റിംഗ് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് കൂടുന്നതെന്ന് പറഞ്ഞു. അത് സാധാരണഗതിയിൽ രാവിലെ എഴുന്നേൽക്കുമ്പം കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മോർണിംഗ് സിക്നസ് എന്ന് പറയും. ചിലവർക്ക് അങ്ങനെയല്ല, ദിവസം മൊത്തം തന്നെ കാണാറുണ്ട്. ചിലവർക്ക് ആദ്യത്തെ ഒരു 3 മാസമേ കാണത്തുള്ളൂ, ചിലവർക്ക് 5-ാം മാസം, ചിലവർക്ക് പ്രസവ സമയം അതിൻ്റെ 2-3 ദിവസം മുന്നേ വരെ വോമിറ്റിംഗ് ഉണ്ടാവും. അത് അപൂർവമായിട്ട്. എന്നാലും കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ 3 മാസമാണ് വോമിറ്റിംഗ് കൂടുതലായിട്ട് കാണുന്നത്. ഇങ്ങനെ വോമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഒന്ന്, നമുക്ക് വളരെയധികം വൊമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് സോഡിയവും പൊട്ടാഷ്യവും ഒക്കെ അങ്ങനെയുള്ള അയോൺസ് എല്ലാം നഷ്ടപ്പെടുന്നു, നമുക്കൊന്നും കഴിക്കാതാവുന്നു. നമ്മുടെ ശരീരത്തിലെ ലാക്റ്റിക് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് അസറ്റോൺ റിലീസ് ചെയ്യുന്നു. അങ്ങനെ അസറ്റോൺ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലെ ഈ പൊട്ടാഷ്യം അയൺ കുറഞ്ഞ് നമുക്ക് ഹൈപ്പോകലീമിയ തുടങ്ങിയുള്ള അവസ്ഥകളിലേക്ക് എത്തുന്നു. പക്ഷേ ഇതൊക്കെ അപൂർവമായിട്ടാണ്. അഡ്മിറ്റായി നമ്മുടെ ശരീരത്തിൽ ആസിഡ് കൂടി ഈവൻ തലച്ചോറിനെയൊക്കെ ബാധിക്കാവുന്ന അവസ്ഥ. പക്ഷേ ഇതൊക്കെ വളരെ വളരെ അപൂർവമാണ്. സാധാരണ ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷനാണ്. അവരുടെ ശരീരത്തിൽ നിന്ന് നിർജ്ജലീകരണം, ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടും, ക്ഷീണം, ഒട്ടും വയ്യ, വായിലെല്ലാം ഒരു പുളിപ്പ് പോലെ. ഇതാണ് സാധാരണഗതി കാണുന്നത്. ഞാൻ അവർക്ക് ആദ്യം പറയുന്നത്, ഇങ്ങനെ വരുമ്പോൾ ആദ്യം അവരെ സമാധാനിപ്പിക്കണം. ഇത് കുഴപ്പമില്ല, ഇത് നോർമലായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ കൂടെ നിൽക്കുന്ന അമ്മയ്ക്കൊക്കെ ഏറ്റവും വലിയ സംശയം, മോനെ ഒന്നും കഴിക്കുന്നില്ല, ഡോക്ടർ ഒന്നും കഴിക്കുന്നില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുഞ്ഞെങ്ങനെ വളരും? അതിൽ ടെൻഷൻ അടിക്കേ വേണ്ട. എനിക്കിപ്പോഴും അറിയാം, എനിക്കൊരു 5 മാസം വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ, നെടുങ്കോലം താലൂക്ക് ആശുപത്രി ജോലി ചെയ്യുമ്പോൾ അഡ്മിറ്റായ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻ്റ് തിങ്കളാഴ്ച എന്തെങ്കിലും ഒന്ന് കഴിക്കും, അപ്പോഴേ ഛർദ്ദിക്കും, ആശുപത്രിയിലെത്തും, പിന്നെ 6 ദിവസം ആശുപത്രിയിൽ ഡ്രിപ്പിട്ട് കിടക്കും, പിന്നെ വീണ്ടും ഡിസ്ചാർജ് ആകും, വീണ്ടും കഴിക്കാൻ വരും. അങ്ങനെ ഒരു 5 മാസത്തോളം അഡ്മിറ്റായിരുന്നു. 5-ാം മാസം സ്കാൻ എടുത്തപ്പോഴത്തേക്ക് കുഞ്ഞിന് കറക്റ്റ് വളർച്ചയും കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അത് ദൈവമായിട്ടുണ്ടാക്കുന്നതാണ് ഈ ഛർദ്ദിൽ. അല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് ആദ്യം ഒരു ഇത് കൂടി വരുന്നു എന്ന് തോന്നുമ്പോൾ, അതായത് ഛർദ്ദിൽ വരുമ്പം ആദ്യം ഒരു ഹോം റെമഡി എന്ന രീതിയിൽ ഞാൻ പറഞ്ഞ ഡ്രൈ ആയിട്ടുള്ള റസ്ക് അല്ലെങ്കിൽ ആരോ റൂട്ട് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കുറച്ച് ഓറഞ്ച്, ഇതൊക്കെ രാവിലെ കഴിക്കാൻ ശ്രമിക്കുക. എഴുന്നേറ്റ ഉടൻ തന്നെ ഫസ്റ്റ് ചെയ്യേണ്ടത് കുറച്ചൊരു ആരോ റൂട്ട് ബിസ്ക്കറ്റ് വല്ലതും എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ ഒരു 2-3 ഓറഞ്ചിൻ്റെ അല്ലി കഴിക്കുക. ഇത് കഴിക്കുമ്പോഴത്തേക്ക് അവർക്ക് വളരെ കുറച്ച് ഛർദ്ദിൽ കുറച്ച് കുറയുന്നതായിട്ട് 25% കുറയുന്നതായിട്ട് എക്സ്പീരിയൻസ് എന്ന് കണ്ടിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിലൊന്നും നിന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ തരുക ടാബ്ലറ്റൊക്കെ കഴിക്കുക. ഇത് നല്ല നല്ല ടാബ്ലറ്റ് ഉണ്ട്. ആ ടാബ്ലറ്റ് കഴിച്ചതെന്ന് പറഞ്ഞ് കുഞ്ഞിന് കേടൊന്നുമില്ല, ധൈര്യമായിട്ട് കഴിക്കാം. അതിലും നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 5-6 തവണ വോമിറ്റ് ചെയ്ത്, അപ്പോൾ അന്ന് രാത്രിയോ അടുത്ത ദിവസം വരെ വെയിറ്റ് ചെയ്യണ്ട, അപ്പം തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുക, കാഷ്വാലിറ്റി കാണിക്കുക, IV ഫ്ലൂയിഡ് ഡ്രിപ്പായിട്ട് ഇടുക. ഡ്രിപ്പ് ഇടുമ്പോൾ നമ്മുടെ ആ ഡീഹൈഡ്രേഷൻ കുറയും. എന്നിട്ട് ടാബ്ലറ്റ് ആവശ്യമെങ്കിൽ അഡ്മിറ്റും ആവുക. ഓക്കെ, ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? ആദ്യം തന്നെ അറിയേണ്ടത്, ഇങ്ങനെ വോമിറ്റിംഗ് നോർമലാണ്, പേടിക്കേണ്ട ആവശ്യമില്ല.
ഇത് സാധാരണ ഒരു ഓൾമോസ്റ്റ് 60% ഗർഭിണികളിലുണ്ടാകുന്ന കാര്യമാണ്. ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ആ പറഞ്ഞ ഹോം റെമഡീസ് ഉപയോഗിക്കുക. ഭക്ഷണം ലിമിറ്റ് ചെയ്ത് കഴിക്കുക, കൂടുതലായിട്ട് നിറവയറ് കഴിക്കാതിരിക്കുക. എപ്പോഴും കുറച്ച് മാത്രം കഴിക്കുക. ഒരു 5-6 തവണയായിട്ട് കുറച്ച് ചെറിയ മീൽസ് എടുക്കുക, മൾട്ടിപ്പിൾ ഷോർട്ട് മീൽസ് എടുക്കുക. അതിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഭക്ഷണം സെലക്ട് ചെയ്യുമ്പോൾ ചിലവർ നിർബന്ധിച്ച് കൊടുക്കും. മോളെ വൈകിട്ട് കുഞ്ഞുണ്ട്, ഇത് കഴിക്കുക അത് കഴിക്കുക. അത് ചെയ്യാനേ പാടില്ല. ആ പെൺകുട്ടിക്ക് എന്താണോ ആവശ്യം അത് കഴിക്കുക, അവൾക്ക് എന്തിഷ്ടം അത് കൊടുക്കുക. ഒരു കാര്യം പോലും നിർബന്ധിച്ച് കൊടുക്കാതിരിക്കുക. പിന്നെ ചിലവർക്കൊരു ട്രിഗറിങ് പോയിൻറ്റ്സ് ആണ്. ഈവൻ ചിലവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ സ്മെല്ലേ പിടിക്കത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ട്രിഗറിങ് പോയിൻറ്റ്സ് ഒഴിവാക്കുക. നമുക്ക് എന്തോ ആയിക്കോട്ടെ, ചിലർക്ക് ചില ഭക്ഷണമായിരിക്കാം, ചിലർക്ക് ചില സ്മെല്ലായിരിക്കാം, അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ വെള്ളം കുറയാതിരിക്കാൻ, വെള്ളമായിട്ട് ചിലർക്ക് വെള്ളം കുടിക്കാനേ പറ്റത്തില്ല. വെള്ളമായിട്ട് കുടിക്കണ്ട, അതൊരു നാരങ്ങ വെള്ളമായിട്ടോ ഇളനീരായിട്ടോ അവക്കെന്താണോ ഇഷ്ടം, ജ്യൂസായിട്ടോ എങ്ങനെയെങ്കിലും വെള്ളം കുറച്ചകത്ത് ചെല്ലാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇതിൽ നിന്നൊന്നും നിന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതൊരു ഗുളികയായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുളികയിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം, നമ്മൾ ഛർദ്ദിച്ച് ഒരു 5-6 തവണ ഛർദ്ദിച്ചങ്ങ് ക്ഷീണമായി എന്നാലും നിൽക്കും, ഡോക്ടറിന് നാളെ രാവിലെയല്ലേ കാണത്തുള്ളൂ എന്ന് അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. നിങ്ങൾ ഉടൻ തന്നെ കാഷ്വാലിറ്റി പോയി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അഡ്മിറ്റ് ആവുണ്ടെങ്കിൽ അഡ്മിറ്റ് ആവുക. ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ ആസിഡിൻ്റെ അളവ് നോക്കുക. ആസിഡിൻ്റെ അളവ് തീരുന്നവർ ചിലപ്പോൾ IV ഫ്ലൂയിഡ് വേണ്ടി, ചിലപ്പം ഡോക്ടർ പറയുന്ന അത്രയും ദിവസം അഡ്മിറ്റ് ആവുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഏകദേശം എല്ലാ പോയിൻറ്റും അത്യാവശ്യം വേണ്ട 11 പോയിൻ്റ് എല്ലാം ടച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.